അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യരായ മാഹിൻ ഉസ്താദ് കഴിഞ്ഞ ഏകദേശം ഒരു 25 വർഷമായിട്ട് പരിചയമുള്ള ബന്ധമുള്ള ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. നല്ല തികഞ്ഞ ഫഖീഹായിരുന്നു. ഇൽമിനനുസരിച്ച് ജീവിതത്തിൽ വറവ് കാത്തു സൂക്ഷിച്ച മഹാനായിരുന്നു. ആരോടും ഏറെ എളിമയോടെയും താഴ്മയോടെയും മാത്രം പെരുമാറുന്ന സൽസ്വഭാവിയായിരുന്നു. ചെറിയ ദീനിലെ നിയമങ്ങളോട് പോലും വളരെ സൂക്ഷ്മത വെച്ച് പുലർത്തി ജീവിതത്തിൽ നടപ്പാക്കിയിരുന്നു. നമ്മുടെ ചെറിയ നിസ്സാരങ്ങളെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ പോലും നല്ല കാർക്കശ്യ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. താൻ പഠിച്ചതും താൻ പഠിപ്പിച്ചതുമായ വിഷയങ്ങളോട് വല്ലാത്തൊരു പ്രതിബദ്ധത കാത്തു സൂക്ഷിച്ചിരുന്നു. ദർസിൽ പഠിച്ച് വന്ന ഉസ്താദുമാരെ പോലെ തന്നെ പിന്നീട് കോളേജിൽ നിന്ന് ഫാരിഗായതിനു ശേഷവും വ്യത്യസ്തങ്ങളായ അറിവുകൾ ശേഖരിക്കാനായി മഹാനുഭാവൻ പ്രഗത്ഭരായ ഉസ്താദുമാരെ സമീപിക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മേൽപ്പറമ്പ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന കാസർഗോഡ് ജില്ലയിലെ ആരാലും അറിയപ്പെടാതെ പോയ വലിയൊരു ഫഖീഹിൻ്റെ അടുക്കൽ പലപ്പോഴായി അദ്ദേഹം വിഷയങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമായി പോകാറുണ്ടായിരുന്നു. എപ്പോഴും മേൽപ്പറമ്പ് ഖത്തീബുച്ച എന്ന പേരിൽ വിളിക്കുന്ന അബ്ദുൽ ഖാദർ ഉസ്താദിനെ കുറിച്ച് അദ്ദേഹം പറയുമായിരുന്നു. അവസാനം തൻ്റെ അന്ത്യവിശ്രമ സ്ഥാനവും ഖബറും മേൽപ്പറമ്പ് അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഖബറിനടുത്താകണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് കാസർഗോഡ് ജില്ലയുടെ മധ്യഭാഗമായ കാഞ്ഞങ്ങാടിൻ്റെയും കാസർഗോഡിൻ്റെയും ഇടയിലുള്ള ചന്ദ്രഗിരി വഴിയിലുള്ള മേൽപ്പറമ്പിലെ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഖബറിനടുത്ത് അദ്ദേഹത്തിൻ്റെ ഖബർ ഒരുങ്ങിയത്. അവിടെയാണ് അദ്ദേഹത്തെ മറമാടിയത്. ചുരുക്കി പറഞ്ഞാൽ ദീർഘമായ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ പട്ടിക്കാട് ജാമ്യയിൽ നിന്നിറങ്ങിയ കാലം മുതൽ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിലും തൻ്റെ ശിഷ്യന്മാരെ മുഴുവനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നണിയിൽ, പ്രത്യേകിച്ച് 89-ന് ശേഷമുള്ള വിഭാഗീയതയ്ക്ക് ശേഷം ഉത്തര ജില്ലയിൽ ഒരു കുട്ടി പോലും വഴിമാറിപ്പോകാതെ ബഹുമാന്യരായ മായിൻ ഉസ്താദിൻ്റെ മക്കളെല്ലാം, ശിഷ്യന്മാരെല്ലാം ഷംസുലുലമായുടെ വഴിയിൽ നന്ദിദാറുസ്സലാം അറബി കോളേജിലോ അല്ലെങ്കിൽ യമാനിയയിലോ ഒക്കെ പഠിക്കുന്ന വിധത്തിൽ ആ കുട്ടികളെ തർബിയത്ത് ചെയ്ത് കൊണ്ടുവരാനും വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു. അവസാന കാലത്താണ്, കുറഞ്ഞ കൊല്ലം കേന്ദ്ര മുശാവറയിൽ അദ്ദേഹം ഉണ്ടായത്. സ്ഥാനമാനങ്ങളിൽ നിന്നെന്നും ഒരു നിശ്ചിത അകലം കാത്തു സൂക്ഷിച്ചിരുന്നു. വേറെ വിഷയങ്ങളോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. വെറും ദർസ്, കിതാബ് മുത്താല ചെയ്യുക, ആളെ കണ്ടുമുട്ടുമ്പോൾ അവരോട് ഇമാമിങ്ങളെക്കുറിച്ച്, കിതാബുകളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുക. ദുനീവിയായ ചായലുക്കുകളൊന്നും വല്ലാതെ ഉണ്ടായിരുന്നില്ല. ഒരാൾക്കും അദ്ദേഹത്തെ പരിചയപ്പെട്ട ആളുകൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് മോശം. അള്ളാഹു തആല മാഹിൻ ഉസ്താദിൻ്റെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തോടൊപ്പം നമ്മയും അള്ളാഹു ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. പരിചയപ്പെട്ടിടത്ത് ഒരു കളങ്കം പോലും പറയാൻ നല്ല ആഴത്തിൽ വിഷയങ്ങളിൽ, വിജ്ഞാനീയങ്ങളിൽ ഏറെ ആഴത്തിൽ മികവുള്ള, കഴിവുള്ള, പ്രാഗൽഭ്യമുള്ള ഒരു പണ്ഡിതനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അല്ലാഹു തആല പകരം അനുയോജ്യരായ ആലിമീങ്ങളെ തന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കണങ്കാല് വരെ മാത്രം തുണിയെടുത്ത് സർഫുൽ ഇമാമത്ത് വലത് ഭാഗത്തേക്ക് ചരിച്ചിട്ട് ഒരു കാലൻ കുടയുമായി എപ്പോഴും ബസ്സിലും മറ്റൊക്കെയായി സാധാരണ പൊതുവാഹനങ്ങളിൽ യാത്ര ചെയ്ത് ജോലിസ്ഥലങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മുടെ ലോക്കൽ വണ്ടികളിൽ, ട്രെയിനുകളിൽ യാത്ര ചെയ്ത് പോകുന്ന മാഹിൻ ഉസ്താദിനെ ഓർമ്മിച്ചു പോവാണ്. പരിചയപ്പെട്ട കാലം മുതൽ അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച എത്രയോ ഉസ്താദുമാർ ഉത്തര ജില്ലയിലുണ്ട്. അവരാരും മഹാനുഭാവൻ്റെ ഇൽമിൻ്റെ ആഴം പറയും എന്നല്ലാതെ ഒരു മോശമായ വാക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ കഴിയലില്ല. മാത്രമല്ല, അദ്ദേഹമാണെങ്കിലും സംസാരിക്കുന്ന സംസാരത്തിൽ പരമാവധി ഗീബത്തോ നമീമത്തോ കളവോ അങ്ങനെ സാധാരണയായി പറയാറുള്ള അങ്ങനെയുള്ള വർത്തമാനമൊന്നും പറയാതെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പൊതു സംസാരങ്ങളിൽ പോലും ഇൽമുമായി ബന്ധപ്പെട്ട മസലകളുമായി ബന്ധപ്പെട്ട ചർച്ചകളല്ലാതെ വേറൊന്നും ഉണ്ടാകാറില്ല. ഒരിക്കലൊരു ദീർഘമായ യാത്രയിൽ കാറിൽ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്നു. യാത്രയിലുടനീളം
മഹാന്മാരായ അയിമത്തുകളെക്കുറിച്ചും അതേപോലെ ഇൽമുമായി ബന്ധപ്പെട്ട അപൂർവങ്ങളായ മസലകളെക്കുറിച്ചും പരസ്പരം ചർച്ച ചെയ്യുമെന്നല്ലാതെ മോശമായ സംസാരങ്ങൾ വരികയേയില്ല. അദ്ദേഹത്തിൻ്റെ തദ്രീസും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവും എല്ലാം ഏറെ മാതൃകാപൂർണമായിരുന്നു. ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം 100% മാതൃകയാക്കാവുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അള്ളാഹു ആ സംശുദ്ധ ജീവിതം പോലെ അദ്ദേഹത്തിൻ്റെ ഖബറും ഏറെ മനോഹരമാക്കി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാണ്.